Al-Khaliq made the oceans, rivers, lakes, streams and rain bow their waves in pure submission. Upon the earth we praise His name. La ilaha illallah, la ilaha illallah, la ilaha illallah, la ilaha illallah. Muhammadur Rasulullah, Muhammadur Rasulullah, Rasulullah sallallahu alayhi wa sallam. There is no creature among us, upon the air or in the sea, that does not sing with wonder, praising in community. La ilaha illallah, la ilaha illallah, la ilaha illallah, la ilaha illallah. Muhammadur Rasulullah, Muhammadur Rasulullah, Muhammadur Rasulullah. മുസ്ലിമായ സ്ത്രീയും പുരുഷനും ഏതെല്ലാം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ അതിനെക്കുറിച്ച് പഠിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമായതുപോലെ, നോമ്പ് വരുമ്പോൾ നോമ്പിനെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമായതുപോലെ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഹജ്ജിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമായതുപോലെ, കച്ചവടം ചെയ്യുന്ന ആളുകൾ കച്ചവടത്തെക്കുറിച്ച് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഏതെല്ലാം സാധനങ്ങൾ വിൽക്കുവാൻ പറ്റും, ഏതെല്ലാം വിൽക്കാൻ പറ്റില്ല, എങ്ങനെയൊക്കെ ലാഭം നേടാൻ പറ്റും, ഏതെല്ലാം വസ്തുക്കൾ ഏതെല്ലാം ആളുകൾക്ക് വിൽക്കാൻ പറ്റും, എന്തെല്ലാം ഒഴുത്തിവെക്കാൻ പറ്റും, ഒഴുത്തിവെക്കാൻ പറ്റില്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമാണ്. അത് എനിക്ക് അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാവാൻ സാധിക്കുകയില്ല എന്നർത്ഥം. വിൽക്കപ്പെടാൻ പറ്റാത്തത് വിൽക്കുകയോ പാടില്ലാത്ത കച്ചവടങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ട് എനിക്കതറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അറിവില്ലായ്മയുടെ പേരിൽ ഇളവ് നൽകപ്പെടുന്നതല്ല എന്ന് അർത്ഥം. ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. അതുകൊണ്ട് പണമുള്ളവരും കച്ചവടക്കാരും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. പലിശ അതൊരു സാമ്പത്തികമായ അടിമത്വമാണ്. നേരത്തെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അടിമ സമ്പ്രദായം അടിമകൾ എല്ലുമുറിയെ പണിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന സമ്പാദ്യത്തിൽ നിന്ന് അടിമകൾക്ക് അവകാശമുള്ളത് വിശപ്പടക്കാനുള്ള ഭക്ഷണവും നഗ്നത മറക്കുന്നതിനുള്ള വസ്ത്രവും മാത്രമാണ്. തൻ്റെ അധ്വാന ഫലം മുഴുവനും അനുഭവിക്കുന്നത് യജമാനനാണ്. അടിമ സ്ത്രീയാണെങ്കിൽ തൻ്റെ യജമാനന്റെ രതിവൈകൃതങ്ങൾക്കും അവൾ ഇരയാവുകയാണ്. സ്വന്തമായിട്ട് സ്വാതന്ത്ര്യമില്ല. വിശപ്പടക്കാനുള്ള ഭക്ഷണവും വസ്ത്രവും മാത്രമേ അടിമയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ഉള്ളൂ. ബാക്കി തൻ്റെ സമ്പാദ്യം മുഴുവനും തൻ്റെ യജമാനന് അവകാശപ്പെട്ടതാണ്. മുതലാളിമാർ അവർ ഭാര്യയ്ക്ക് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കൽ അടിമകളെ കൊണ്ടായിരുന്നു. ഇങ്ങനത്തെ അടിമത്ത സമ്പ്രദായം നേരത്തെ നമ്മുടെ നാടുകളിൽ വളരെ വിപുലമായി നടക്കാറുണ്ടായിരുന്നു. അതേ സന്ദർഭത്തിൽ തൻ്റെ അടിമയിൽ നിന്ന്
തൻ്റെ അടിമക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, തൻ്റെ അടിമപ്പെണ്ണ് സുന്ദരിയല്ല, തൻ്റെ അടിമക്ക് ആരോഗ്യമില്ല. ഇങ്ങോട്ട് ആദായം കിട്ടാത്ത അടിമകളെ കൊന്നു കുഴിയിൽ തള്ളുന്ന ദാരുണമായ സംഭവങ്ങളായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അടിമത്ത സമ്പ്രദായം കാലക്രമേണ ഇല്ലാതെയായി പോകും. പരിശുദ്ധ ഇസ്ലാം അടിമത്വം ഇല്ലായ്മ ചെയ്യുന്നതിന് അടിക്കടി പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അരുതാത്ത തെറ്റുകൾ ചെയ്യുന്ന തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് പരിശുദ്ധ ഇസ്ലാം ഘടിപ്പിക്കുന്നത് ഇത് കുറക്കബത്തിൽ അടിമയെ മോചിപ്പിക്കുകയാണ്. മനുഷ്യൻ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക്, മിക്ക തെറ്റുകൾക്കും പ്രായശ്ചിത്തമായിട്ട് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അടിമയെ മോചിപ്പിക്കലാണ്. അങ്ങനെ അടിമത്വം ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും. കാലക്രമേണ അടിമത്വ സമ്പ്രദായം ഉണ്ടാവുകയില്ല എന്ന് കാലേ കൂട്ടി മനസ്സിലാക്കിയ മുതലാളി വർഗമാണ് യഥാർത്ഥത്തിൽ ഈ പലിശ എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവരുന്നത്. പലിശയും ഒരു അടിമത്വമാണ്. അത് യഥാർത്ഥത്തിൽ സാമ്പത്തികമായ അടിമത്വം എന്നർത്ഥം. 10 ലക്ഷം രൂപയുള്ള മുതലാളി, അദ്ദേഹം പണിയെടുക്കുന്നില്ല, ജോലി ചെയ്യുന്നില്ല, കച്ചവടം ചെയ്യുന്നില്ല. പാവങ്ങളായ ആളുകൾ ഈ പണം കൊണ്ടുപോയിട്ട് ജോലി ചെയ്യുക, അധ്വാനിക്കുക, കച്ചവടം ചെയ്യുക. അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിൻ്റെ ഫലം ഈ പണത്തിൻ്റെ മുതലാളി അനുഭവിക്കുക. അധ്വാനിക്കുന്നതൊരു വിഭാഗം, അനുഭവിക്കുന്നത് മറ്റൊരു വിഭാഗം, മുതലാളി വർഗം. നേരത്തെ ശാരീരികമായ അടിമത്വമായിരുന്നു, ഇപ്പോൾ അത് പോയിട്ട് സാമ്പത്തികമായ അടിമത്വമാണ് എന്നാണ്. അതിന് നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറയേണ്ടതില്ല. ഈ മിക്ക ഓട്ടോ സ്റ്റാൻഡുകളും നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ, അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയുടെ കിക്കർ വലിച്ച് വളരെ പ്രയാസപ്പെട്ട് അധ്വാനിച്ച് എല്ലാ ദിവസവും സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം ഗുജറാത്തിലോ അല്ലെങ്കിൽ കോയമ്പത്തൂരിലോ ചെന്നൈയിലോ ഉള്ള സേട്ടുവാന്മാർക്ക് പലിശയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്നത് സേട്ടുവാരാണ്. ഇവൻ പോയി മരിച്ചാലും വേണ്ടില്ല, അവൻ ജോലി ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, കൃത്യമായിട്ട് അവരെ പണത്തിന് പലിശ കിട്ടിക്കൊണ്ടിരിക്കണം, ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അധ്വാനിക്കുന്നത് നമ്മൾ തടിച്ചു കൊഴിക്കുന്നത് മുതലാളി വർഗം. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ നടപ്പുണ്ടായിരുന്ന അടിമത്വ സമ്പ്രദായത്തിൻ്റെ ഒരു വശം. ലോകബാങ്കിൽ നിന്നും അതുപോലെ അങ്ങ് സ്വിറ്റ്സർലാൻഡിലും കാനഡയിലുമൊക്കെയുള്ള ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് ഇവിടെ മറ്റ് പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തി എന്നും ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പിറന്നു വീഴുന്ന ഓരോരുത്തരും ഇങ്ങനെ സാമ്പത്തികമായി ലോക കുത്തക കമ്പനികളുടെ അടിമകളായി തീരുകയാണ്. എന്നും അവരോട് കടമപ്പെട്ട് നാം അധ്വാനിക്കുന്നതിൻ്റെ ഫലങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായി അടച്ച് കൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്നത് ഒരു വിഭാഗം, ഈ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്നത് മറ്റൊരു വിഭാഗം. ഇതാണ് യഥാർത്ഥത്തിൽ പലിശയുടെ രൂപം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനും പഠിപ്പിക്കുന്നത് പലിശ തിന്നുന്നവൻ പാവപ്പെട്ടവന്റെ രക്തം കുടിച്ച് തടിച്ച് കൊഴുക്കുകയാണ്. അതുകൊണ്ടതിൻ്റെ ശിക്ഷ അവൻ മരിച്ചത് മുതൽക്ക് കാലാകാലവും ഈ പാവപ്പെട്ടവന്റെ രക്തം കുടിച്ച് കബറിൽ കഴിയേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനം അങ്ങോട്ട് വരും. ഇതാണ് ശരിക്ക് പലിശ. അധ്വാനിക്കുന്നത് ഒരു വിഭാഗം, ആ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം. പരിശുദ്ധ ഖുർആൻ വളരെ നഖശിഖാന്തമായി എതിർത്തിട്ടുള്ളതാണ് പലിശ സമ്പ്രദായം. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വളരെ താക്കീതായി പറഞ്ഞിട്ടുള്ള 7 തെറ്റുകളിൽപ്പെട്ടതാണ് പലിശ. 7 വിനാശകാരികളായ തെറ്റുകൾ നിങ്ങൾ സൂക്ഷിക്കുക.
സൂക്ഷിക്കണം, വർജിക്കണം. വിനാശകാരികൾ എന്നതിന് ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ അർത്ഥം കൊടുത്തിരിക്കുന്നത് അൽ മുഹ്ലിക എന്ന് പറഞ്ഞാൽ ഈ 7 തെറ്റുകളിൽപ്പെട്ട ഒരു തെറ്റ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതുവരെ അവൻ ചെയ്ത സകല സൽക്കർമ്മങ്ങളും അതുകൊണ്ട് പൊളിഞ്ഞു പോകും. ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സ്വാലിഹായ അമലുകളും അതുകൊണ്ട് പൊളിഞ്ഞു പോകും. സ്വാലിഹായ അമലുകളെ നഷ്ടപ്പെടുത്തുന്ന, പൊളിച്ചു കളയുന്ന വിനാശകാരികളായ 7 തെറ്റുകളിൽ നിന്ന് വർദ്ധിക്കണം. ഒന്ന്, അള്ളാഹുവിനെ കൊണ്ട് പങ്കുവെക്കുക. ഉപകാര ഉപദ്രവത്തിന് അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന് വിനയവും താഴ്മയും പ്രകടിപ്പിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്ത ഒരു കേന്ദ്രത്തിന് വിനയവും താഴ്മയും പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇതാണ് ശിർക്ക്. ഈ ശിർക്കിനോട് തുല്യമായിട്ടുള്ള ഒരു തെറ്റാണ്, ഇതിനോട് ഏകദേശം തുല്യമായി തെറ്റാണ് ബാക്കിയുള്ള ആളുകളും. അശ്ശുറുക്കുമില്ല, അള്ളാഹുവിനെ കൊണ്ട് പങ്കുവെക്കുക. മറ്റൊന്ന് സിഹ്റ്, മാരണം ചെയ്യുക, സിഹ്റ് ചെയ്യുക ഏറ്റവും വലിയ തെറ്റാണ്. വർത്തമാന കാലത്ത് അവനവന്റെ ഇഷ്ടങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, അപരനെ തകർക്കാൻ വേണ്ടി, തൻ്റെ താൻ ഇഷ്ടപ്പെടുന്ന ഭർത്താവിനെ ലഭിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നത് പോലെ തൻ്റെ ഭർത്താവ് വഴിപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നത് പോലെ തൻ്റെ മരുമകൻ അനുസരിക്കപ്പെടാൻ വേണ്ടി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിഹ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ സിഹ്റ്. ഇവിടെ അടുത്ത് ഞാനൊരു ജ്വല്ലറിയിൽ പോയിട്ട് എന്തോ ഒരു ചില ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വലിയ വലിയ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിച്ച് ഈ തകിട് കിട്ടൂലെന്നാണ്. അപ്പം ഞാൻ വെറുതെ അപ്പം അവിടെ ഈ തകിട്, ചെമ്പിൻ തകിടും ഇയ്യൻ തകിടും പല തകിടുകളും ഒക്കെ ഇങ്ങനെ വിൽക്കപ്പെടുന്ന ഒരു കടയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വലിയ ജ്വല്ലറി ഒന്ന് നോക്കാൻ, ചെറിയ ജ്വല്ലറി ഇപ്പോൾ വലിയ ജ്വല്ലറി വെറുതെ ചോദിച്ചു ഇവിടെ ഈ തകിടുണ്ടോന്ന്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിൽക്കപ്പെടുന്ന സാധനം ഈ തകിടുകളാണ്. നിങ്ങൾ വിചാരിച്ചത് പോലെ ഒന്നുമല്ല, ഏറ്റവും കൂടുതലായിട്ട് വലിയ വലിയ ടൗണുകളിലൊക്കെ വിൽക്കപ്പെടുന്ന ഒരു സാധനമാണ് ഈ തകിടും അതുപോലെ തന്നെ മറ്റു തകിടുകളും. ഞാൻ ശരിക്കും എൻ്റെ എല്ലാവരും കുറിച്ച് എനിക്ക് അറിയില്ല, എൻ്റെ കാര്യത്തിലേക്ക് ഒരു അത്ഭുതം ആരാ ഇപ്പോൾ ഇതിനൊക്കെ നടക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചത്. അതേ സമയത്ത് അയാൾ പറയാൻ ഇത്രയും ഡിമാൻഡുള്ള ഒരു സാധനം ഇപ്പം ഇല്ല. കാരണം മുൻപത്തേക്കാൾ ഉപരി നല്ല നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ വരെ ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ പോയി ആളുകൾക്ക് സിഹ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഈ സിഹ്റിനെ കുറിച്ച് പറയുമ്പോൾ സഹോദരിമാരെ സ്പർശിക്കാതിരിക്കാൻ പറ്റില്ല. പലപ്പോഴും സഹോദരിമാരാണ് ഒരു പടി ആ വിഷയത്തിന് മുൻപിൽ. സഹോദരിമാരെ ഇത് പോകരുത്. ഇക്കാലം അത്രയും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവൻ അതുകൊണ്ട് പൊളിഞ്ഞു പോവുകയാണ്. നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? ദിക്ർ ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടോ? മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ സൽക്കർമ്മങ്ങൾ മുഴുവനും ഒരു സിഹ്റ് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്, നിഷ്ഫലമായി പോവുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു തെറ്റാണ് സിഹ്റ് ചെയ്യുക എന്നത്. സിഹ്റിന് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, സിഹ്റ് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിഹ്റ് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്റ് അതിന്റെ പാത അല്പാൽപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുക്കറമായ മലിക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ 2 സൂറത്ത്, ഫലഖ് സൂറത്തും നാസ് സൂറത്തും സത്യത്തിൽ ആ വിഷയത്തിൽ പ്രതിരോധിക്കുവാൻ വേണ്ടി, മന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇറക്കിയത്. അതുകൊണ്ട് സിഹ്റ് ബാത്തിലാക്കാൻ എന്ന പേരിൽ സിഹ്റ് ചെയ്യാൻ പാടില്ല. അതും ചിന്തിക്കണം. ആരെങ്കിലും ഇങ്ങോട്ട് സിഹ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറയുമ്പോഴേക്ക് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ആളുകളെ അടുത്ത് പോയിട്ട് സിഹ്റ് ചെയ്യുവാൻ വേണ്ടി നേർച്ച കൊടുക്കാനും, വഴിപാട് കഴിക്കുവാനും, കോഴി കൊടുക്കാനും, ചോര കൊടുക്കുവാനും, പഴം കൊടുക്കുവാനും, കള്ളു കൊടുക്കുവാനും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. സിഹ്റ് ബാത്തിലാക്കാൻ പരിശുദ്ധ ഖുർആൻ വഴി പറഞ്ഞിട്ടുണ്ട്. അതെ, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങൾ സിഹ്റ് ബാത്തിലാക്കിയിട്ടുള്ള ആ ആയത്തും മറ്റും ഓതിയിട്ട് അതിന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെതായ ചികിത്സയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യം ചെയ്തു പോകരുത്.
മുത്തു മുഹമ്മദ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് നബർ റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇന്നല്ലാഹ ല യജ്അൽ ശിഫാഅൻ ഫീമാ ഹറമ അല്ലാഹ് ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും അല്ലാഹ് മരുന്ന് വെച്ചിട്ടില്ല, ഔഷധം നൽകിയിട്ടില്ല. ഹറാമാക്കിയ ഒരു കാര്യത്തിലും പടച്ചറബ് മരുന്ന് വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചികിത്സയുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യം കൊണ്ടും ചികിത്സിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചെയ്യാൻ പാടില്ല. അത് സിഹിറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സിഹിർ ചെയ്യാൻ പറ്റില്ല. സിഹിർ ബാത്തിലാക്കുക എന്നല്ലാതെ സിഹിർ മറ്റൊരാൾക്ക് പറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇസ്ലാമിക ഭരണം നടക്കുന്ന ഇസ്ലാമിക കോടതിയിൽ തന്നെ ശരീഅത്തിന്റെ കോർട്ടിൽ തന്നെ ഒരാൾ മറ്റൊരാൾക്ക് സിഹിർ ചെയ്തെന്ന് സ്ഥിരപ്പെടുകയും സിഹിർ കൊണ്ട് കൊന്നു എന്ന് സ്ഥിരപ്പെടുകയും ചെയ്താൽ തന്നെ തിരിച്ചു കൊല്ലേണ്ടത് സിഹിർ ചെയ്തുകൊണ്ടല്ല, വാളുകൊണ്ട് വെട്ടിക്കൊല്ലണമെന്നാണ് നിയമമുള്ളത്. ആരും സിഹിർ ചെയ്തു കൊല്ലാൻ പാടില്ല. മാത്രവുമല്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സിഹിർ ചെയ്തു എന്ന് പറഞ്ഞ് അറിയാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയാനും പാടില്ല. അതിനേക്കാൾ വലിയ തെറ്റാണ്. തനിക്കൊരു എന്തെങ്കിലും അസുഖം വരുമ്പോൾ, എൻ്റെ കച്ചവടത്തിന് ഇടിവ് വരുമ്പോൾ, തനിക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതൊക്കെ മറ്റുള്ളവർ സിഹിർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അറിയാത്ത കാര്യങ്ങൾ പറയരുത്. അതിനേക്കാൾ വലിയ കുറ്റമാണ്. ചില ആളുകൾ അങ്ങനെയുണ്ട്. ചില ഈ തൊൽസമാത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊക്കെ നിൽക്കുന്ന ചില ആളുകൾ അനങ്ങിയ അതൊക്കെ സിഹിറാണ്, അല്ലെങ്കിൽ അവിടുന്ന് വന്നതാണ് ഇവിടുന്ന് വന്നതാണ് എന്ന് പറയുന്നതുണ്ട്. തീർത്തും തെറ്റാണ്. അത് പറയാൻ പാടില്ല. അത് മഹാകുറ്റമാണ്. വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു ഒന്നിരിക്കൽ സിഹിർ ചെയ്ത ആൾ സമ്മതിക്കണം, ഞാനാണ് സിഹിർ ചെയ്തത്. അല്ലെങ്കിൽ എങ്ങനെ സിഹിർ ചെയ്താൽ പരസ്യമായിട്ട് അത് ചെയ്യുന്നത് രഹസ്യമായിട്ടല്ലേ? എങ്ങനെ സിഹിർ ചെയ്താന്ന് അറിയാലോ? എങ്ങനെ എനിക്ക് ഇന്ന ആൾ സിഹിർ ചെയ്തതാണ്. ഈ സിഹിർ ചെയ്ത ആൾ സമ്മതിക്കണം ഞാൻ സിഹിർ ചെയ്തതാണ്. അല്ലാതെ സിഹിർ ചെയ്തതായിട്ട് സ്ഥിരപ്പെടാൻ എന്താണ്? അല്ലെങ്കിൽ വ്യക്തമായിട്ട് കോടതിയിൽ വസ്തുനിഷ്ഠമായിട്ട് തെളിഞ്ഞെങ്കിൽ അല്ലാതെ ഒരാളെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. എൻ്റെ ഭാര്യയെ കുറിച്ചാണെങ്കിലും ശരി, മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും ശരി, ഒരാൾ സിഹിർ ചെയ്തെന്ന് എങ്ങനെ ആരോപിക്കും? അവർ സിഹിർ ചെയ്തു, അവർക്ക് അല്ലാഹു തആല കൊടുത്തു കൊള്ളട്ടെ എന്നതിൽ കവിഞ്ഞ് നാം ഒരാളെ കുറിച്ച് ഇന്ന ആളാണ് സിഹിർ ചെയ്ത് എന്ന് പറയാൻ പാടില്ല. അത് അറിയാൻ കഴിയില്ല. അത് ഇങ്ങനെ കണക്ക് നോക്കിയിട്ടോ മറ്റോ ഒരു വിധേനയും ഇന്നയാളാണ് സിഹിർ ചെയ്തത് എന്നോ ഇന്ന ഭാഗത്തു നിന്നാണ് സിഹിർ വന്നത് എന്നോ കറക്റ്റായിട്ട് ഉറപ്പായിട്ട് പറയാനുള്ള ഒരു സംവിധാനവുമില്ല എന്ന് ഞാൻ ഉറപ്പെടുത്തുകയാണ്. അയാൾ പറഞ്ഞാലും സ്വീകാരം പാടില്ല. ഇയാൾ എങ്ങനെയാ അറിയുന്നത്? എത്രത്തോളം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ഒരു വലിയ അല്ലെങ്കിൽ ഒരു മഹാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്കത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാമെന്നല്ലാതെ അതിന്റെ പിറകിൽ ആക്ഷൻ എടുക്കാൻ പാടില്ല. അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. കാദിക്ക് വിധിക്കാൻ പാടില്ല. ഒരു കാദിക്ക് ഒരിക്കലും അങ്ങനെ വിധിക്കാൻ പാടില്ല. കറാമത്ത് കൊണ്ട് വിധി പറയാൻ പാടില്ല. ഒരാള് ഒരു വാദിയും പ്രതിയും കൂടി എൻ്റെ കോർട്ടിൽ വന്നു. കാദി വലിയ മഹാനാണ്, കറാമത്തുള്ള ആളാണ്, കറാമത്ത് കൊണ്ട് ഇന്നാളടുത്താണ് സത്യമുള്ളത് എന്ന് തെളിഞ്ഞു. പക്ഷേ ആ സത്യമുള്ള ആൾക്കത് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ തനിക്ക് ബോധ്യപ്പെട്ട കറാമത്ത് കൊണ്ട് വ്യക്തമായതനുസരിച്ച് വിധി പറയാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖുൽ ഉഈദ് റളിയല്ലാഹു തആല വലിയ പണ്ഡിതനാണ്, ഖാദിയാരാണ്. ഇബ്നു അബ്ദുസ്സലാമിന്റെ ശിഷ്യനാണ്. ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖുൽ ഉഈദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഖാദിയായി നിയമിച്ചു. ഖാദിയായ ഇബ്നു ദഖീഖുൽ ഉഈദ് തങ്ങളെ കോടതിയിൽ ഒരു കേസ് കൊണ്ടു. എന്താണ് കേസ് വന്നത്? ഒരു പശുവിന്റെ കാര്യത്തിലാണ് കേസ് വന്നത്. ഒരാൾ ഒരു പശുവിനെയും കൊണ്ടുവരുന്നു. ഈ പശുവിനെ കൊണ്ടുവന്ന ആളുടെ കയ്യിലുള്ള പശുവിന് മറ്റൊരാള് അവകാശം നീക്കുകയാണ്. മറ്റൊരാൾ വന്ന് പറയുന്നു, തങ്ങളെ ആ പശു എന്റെ പശുവാണ്, അവൻ കൈവശപ്പെടുത്തിയതാണ്. ആരെടുത്താണോ കൈവശം ഉള്ളവനാണല്ലോ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ അതിൽ അധികാരമുള്ളത്, അവകാശമുള്ളത്. ഈ കൈവശത്തിലുള്ള അവന്റെ കയ്യിലാണ് പശുവുള്ളത്. ഇത് എന്റെ പശുവാണെന്ന് അവൻ വാദിക്കുന്നു. മറ്റേയാൾ തന്റേതാണെന്ന് അവകാശം ഉന്നയിക്കുന്നു. മഹാനായ ഇബ്നു ദഖീഖുൽ ഉഈദ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടുപേരെയും സൂക്ഷിച്ച് നോക്കുകയായി
സൂക്ഷിച്ചു നോക്കിയ സമയത്ത് ആനായിരുന്നു ദർശിക്കുന്നത് തങ്ങൾക്കറിയാം ഈ പശു കൈവശപ്പെടുത്തിയിട്ടുള്ളവൻ അക്രമിയാൻ, അവൻ കള്ളനാൻ, കളവ് പറയുകയാൻ. ഇബ്നു ദഖീഖ് തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, എടോ ഈ പശു നിന്റെ പശുവാണോ? നിന്റെ പശുവാണെന്ന് നീ ഉറച്ചു പറയുന്നുണ്ടോ? എന്റെ പശുവാണ് എന്നവൻ തീർത്ത് പറഞ്ഞതോടുകൂടി മഹാനായ ഇബ്നു ദഖീഖ് തങ്ങൾ പറയുന്നു, നീ പറയുന്നത് കളവാണെങ്കിൽ ആ പശുവിന്റെ കൊമ്പ് നിന്റെ കണ്ണിലൂടെ പുറത്തു വരട്ടെ. പറഞ്ഞു തീരുമ്പോഴേ മഹാനായ സങ്കടമാക്കി തീരുമ്പോഴേ ആ പശുവിന്റെ കൊമ്പതാ ഇവന്റെ കണ്ണിലൂടെ പുറത്തേക്ക് വന്നു. ഈ സംഭവം ബഹുമാനപ്പെട്ട കറാമത്തുകൊണ്ട് ഈ രൂപത്തിൽ ചേർത്ത് നടത്തിയത് തന്റെ ഉസ്താദ് യൂസുഫ് അബ്ദുസ്സലാം തങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ കളാഹിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇങ്ങനെ കാവ്യാവാൻ പറ്റില്ല. അതേ പ്രത്യക്ഷത്തിൽ പരസ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെ വിധി പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. രഹസ്യങ്ങൾ അല്ലാഹുവിലേക്ക് വിട്ടുകൊള്ളണം. കറാമത്ത് കൊണ്ട് വിധി പറഞ്ഞുകൂടാ. അതുകൊണ്ട് സഹോദരിമാരോട്, പ്രത്യേകിച്ച് സഹോദരന്മാരോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അള്ളാഹുവിന്റെ ദീൻ മുൻനിർത്തിയിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, നമുക്ക് കച്ചവടത്തിലോ മറ്റോ ഡിമ്മ് വരുമ്പോൾ, ഇതെല്ലാം മറ്റൊരാള് സിഹ്ർ ചെയ്തതിന്റെ പേരിലാണ്, മറ്റൊരാൾ നമുക്ക് പാരമണിഞ്ഞതിന്റെ പേരിലാണെന്ന് ആര് പറഞ്ഞാലും അത് വിശ്വസിച്ചുകൂടാ. അതനുസരിച്ച് മറ്റൊരാളെ തെറ്റിദ്ധാരണയുടെ കണ്ണുകൊണ്ട് നോക്കിക്കൂടാ. ഉറപ്പില്ലാത്ത ഒന്നിന്റെ പിറകിലും പോയിക്കൂടാ. എത്ര ആളുകളാണ് അതിന്റെ പേരിൽ തെറ്റുന്നത്? എത്ര കുടുംബങ്ങളാണ് തെറ്റിപ്പോകുന്നത്? എത്ര ആളുകളാണ് വലിയ കുറ്റങ്ങൾ അതിന്റെ പേരിൽ പേറുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരാൾ സിഹ്ർ ചെയ്തതാണ്, ഒരാൾ നമുക്ക് പാര വെച്ചതാണ് എന്നൊക്കെ ഒരു മഹാൻ തന്നെ പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കുകയോ അതിന്റെ പിറകിൽ അതിനെ തുടർന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയോ ചെയ്തുകൂടാ. സിഹ്ർ ചെയ്തുകൂടാ, സിഹ്ർ ചെയ്തു എന്ന് ആരോപണം ഉന്നയിച്ചുകൂടാ. അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു തെറ്റാണ്. അതേ വാക്കിലു റിബാ, പലിശ തിന്നുക എന്ന് വലിയൊരു വിപത്താണ്. മാത്രമല്ല സൽക്കർമ്മങ്ങൾ മുഴുവനും കൊണ്ട് പൊളിഞ്ഞു പോകുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അരിബാ സലാസുൻ വസറുന ബാബാ. പലിശയ്ക്ക് 73ഓളം കവാടങ്ങളുണ്ട്. ഈ 73ഓളം വകുപ്പുകളുണ്ട് പലിശ. ഐസറുഹ, അതിലേറ്റവും ചുരുങ്ങിച്ചെറുത് മിഥിലു അയ്യൻദിയ റജുലു ഉമ്മഹു, ഒരാൾ സ്വന്തം ഉമ്മയെ തന്റെ വികാരത്തിന് ഉപയോഗപ്പെടുത്തുന്നത് പോലെയാണ്. ഉമ്മയുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നതിനോട് തുല്യമാണ് ഏറ്റവും ചെറിയ പലിശ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇമാം ഹാക്കിം, ഇമാം ബുഖാരി, മുസ്ലിമിന്റെ ഷർത്തനുസരിച്ച് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലിശ ഏറ്റവും ചെറുത്. പലിശ പല വകുപ്പുകളുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മയുമായിട്ട് വ്യഭിചരിക്കുന്നതിനോട് തുല്യമാകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിപത്താണ് പലിശ. നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ എല്ലാം പലിശ വന്നു ചേരുന്നത് വളരെ ശ്രദ്ധിക്കണേ.
അല്ലാഹു ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലു റിബാ അദ്ആഫൻ മുദാഅഫൻ വത്തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, പരിചരണല്ല, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ പലിശയെ വർദ്ധിച്ചേക്കണം. മാത്രമല്ല, അല്ലാഹു നരകം കാഫിറുകൾക്ക് വേണ്ടി, അവിശ്വാസികൾക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക്, നിഷേധികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നരകം. ആ സത്യനിഷേധികൾക്ക് വേണ്ടി, അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന നരകത്തിലേക്ക് നിങ്ങൾ കടക്കല്ല വിശ്വാസികളെ. അതിലേക്ക് നിങ്ങൾ കൂടി നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന വിപത്താണ് മനുഷ്യ. അതുകൊണ്ട് നരകത്തെ സൂക്ഷിക്കണേ. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ഒരു ഇടപാടുകളിലും, ഒരു കച്ചവടത്തിലും, ഒരു ബിസിനസ്സിലും ഒന്നിനും പലിശ വന്നു ചേരാൻ പാടില്ല. പലിശ വന്നു ചേരുന്ന സർവ്വ ഇടപാടുകളും നാം വർദ്ധിച്ചിരിക്കണം. എന്നാലേ നമ്മുടെ സ്വത്ത് ഹലാലായ സ്വത്താകൂ. ഹലാലായ സ്വത്ത് ഭക്ഷിച്ചെങ്കിലേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തിന് ചെയ്യുള്ളൂ. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ധാരാളം ക്വാർട്ടേഴ്സുകൾ, അതുപോലത്തെ റൂമുകൾ, വാടക കെട്ടിടങ്ങളൊക്കെ വാടക വാങ്ങുവാനുള്ള ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നാം ഒരു റൂം വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ ഹറാമായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ആ പണം നമുക്ക് ഹലാലല്ല. കാരം ബോർഡ് ചൊട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂം വാടകയ്ക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതാനും പിള്ളേർക്ക് അതാ കള്ളു കുടിച്ച് മദ്യപിച്ച് തോന്നിവാസങ്ങൾ ചെയ്യാൻ, അനാശാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റൂം വാടകയ്ക്ക് നമ്മോട് ചോദിക്കുന്നെങ്കിൽ, ഓ സഹോദരാ, പടത്തറപ്പിന്റെ ഖുർആൻ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നു, ചെയ്തു പോകല്ല. മഅ്സിയത്തിന് സഹായിക്കുന്നത്, മഅ്സിയത്തിന് കൂട്ടുനിൽക്കുന്നത് ആ വലിയ മഅ്സിയത്ത് ചെയ്യുന്നതിനോട് സമാനമാണ് കേട്ടോ. ഇവിടെ ഒരു തമ്മാടിത്തമാണ് അരങ്ങേറുന്നത്, ഒരു മഹാകുറ്റമാണ് നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞാൽ അതിലേക്ക് സഹായിക്കുന്ന സർവകാര്യങ്ങളും കുറ്റമാണ്. ആ വാടക ഹലാലല്ല. പരിശുദ്ധ റമദാൻ മാസത്തില് അതേ പകൽ സമയത്ത് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ കച്ചവടം ചെയ്യാനാണ് തന്നോട് റൂം ചോദിക്കുന്നത്, സ്ഥലം ചോദിക്കുന്നത്. കൊടുത്തുകൂടാ. അത് കൊടുത്ത് കിട്ടുന്ന മുതല് ഹറാമിന്റെ മുതലാ, ഹറാമിന്റെ ധനമാ. അത് കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തില്ല, അവന്റെ പാപങ്ങൾ പൊറുക്കില്ല. ഏത് ഒരു കാര്യവും താൻ ചെയ്യുന്ന സമയത്ത്, ഇതാൻ സമ്പാദിക്കുന്ന സമയത്ത് ഈ സമ്പാദ്യത്തിൽ ഹറാമ് കൂടി കലരുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ വണ്ടി ഓടിക്കുന്ന, വാഹനങ്ങൾ ഓടിക്കുന്ന ടാക്സി ഡ്രൈവർമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, പലപ്പോഴും ബിസിനസ് ലാക്കായിട്ട് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നാമൊക്കെ നമ്മുടെ വാഹനങ്ങളിൽ മതസൗഹാർദ്ദത്തിന്, മതമൈത്രിക്ക് എന്നതിൻ്റെ പേരിൽ പലരുടെയും ആരാധനാ വസ്തുക്കളെ നമ്മുടെ വാഹനത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മുസ്ലിമിന് പറ്റിയതല്ല. മുസ്ലിമിൻ്റേതും വെക്കണമെന്നില്ല, മറ്റുള്ളവരുടേതും വെക്കണമെന്നില്ല, ആരുടേതും വെക്കണമെന്നില്ല. അതേ സമയത്ത് മറ്റു മതക്കാരുടെ അവരെ ഇഷ്ടം നേടുന്നതിന് വേണ്ടി, അവർക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വാഹനത്തിന്റെ മുമ്പിൽ മതസൗഹാർദ്ദത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞിട്ട് 2-3 മതങ്ങളുടെ അതേ കുരിശും യേശുക്രിസ്തുവിന്റെ, അതായത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ പറയുന്ന, ക്രിസ്ത്യാനികൾ പറയുന്ന കുരിശിലേറ്റിയിട്ടുള്ള ഈസാ നബിയുടെ ഫോട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രതിമ, അതുപോലെ തന്നെ വേറെയും പല ആരാധനാ വസ്തുക്കളുടെ പ്രതിമ തന്റെ വാഹനത്തിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ അത് ശിർക്കുമായിട്ട് കലർന്നിട്ടുള്ള മുതലാണ് കേട്ടോ, പാടുള്ളതല്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അത് പറഞ്ഞ ആൾക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതെന്ന് അറിയില്ല. അതൊന്നും ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു വിരോധമോ പറയുകയല്ല, അവനവന്റെ മതത്തിന്റെ നിയമമാണതെല്ലാം.
ഓരോ മതത്തിന്റെയും നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നത് അതാണ് മതസൗഹാർദ്ദം, അതാണ് വേണ്ടത്. അതുകൊണ്ട് അതൊരു ബിസിനസ് ലാക്കായിട്ട് ഞാൻ മുമ്പൊരിക്കലൊരു ഹോട്ടലിൽ കയറിയ സന്ദർഭത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞ അവിടുത്തെ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഇത് ശരിക്കും ഒരു മുസ്ലിമിന്റെ ഹോട്ടലല്ലായിരുന്നു. സത്യത്തിൽ അവിടുത്തെ ബിസിനസ് ലാക്ക്, അവിടുത്തെ കച്ചവടക്കതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. മുസ്ലിമീങ്ങളെ ചെയ്തു പോകല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ പണം സമ്പാദിക്കരുത്, കച്ചവടം ചെയ്യരുത്. എപ്പോഴും തീർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച അനുവദനീയമായ കാര്യത്തിലൂടെ മാത്രം. വലാ തുകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ മുതല് നിങ്ങൾ തിന്നരുതേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പലിശ ഒരു വിപത്താണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്ത പലതും വരുന്നുണ്ട്. ഈ അനുവദിക്കാത്ത സർവ്വ വഴികളും നാം തടഞ്ഞുകൊണ്ട് അനുവദിച്ചതിൽ കൂടി മാത്രമായിരിക്കണം സമ്പാദിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഈ ദുനിയാവ് കുറെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഫലാ ഖൈറ ഫിദ്ദുനിയാ ലിമൻ ലം യകുൻ ലഹു മിനല്ലാഹി ഫീ ദാലിഹി മുഖാമി നസീബു. ആഖിറത്തിലേക്ക് പടച്ചറപ്പിന്റെ തൗഫീഖ് കൊണ്ട് ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ ഉതകാത്ത ഒരു ദുനിയാവിലും ഖൈറില്ല, ഗുണമില്ല. വഇൻ തഅജ ബിദ്ദുനിയാ റിജാലം വഇന്നമാ മതാഉൻ ഖലീലുൻ വസ്സവാലു ഖരീബു. എത്രയോ ആളുകളെ ഈ ദുനിയാവ് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദുനിയാവ് വലിയ അത്ഭുതമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ അവരെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മതാഉൻ ഖലീലുൻ വസ്സവാലു ഖരീബു. ഇത് വളരെ ചുരുങ്ങിയ തിരക്കാണ് മക്കളെ. വസ്സവാലു ഖരീബു, പെട്ടെന്ന് നീങ്ങിപ്പോകുന്ന സാധനമാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊന്നിച്ച് മദീനയിൽ കൂടി ഒരു റോഡിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവിടെ ഒരു ചെറിയ ആട്ടിൻ കുട്ടി ചത്ത് കിടക്കുന്നുണ്ട്. ഒരു ചെറുത് ആട്ടിൻകുട്ടി, ഒരു ആടിന്റെ ചെവി വളരെ ചെറുതാണ്. ചെറുതായ ഒരു ആട്ടിൻകുട്ടിയുടെ ശവം കണ്ട സമയത്ത് അല്ലാഹുവിന്റെ ആ ആട്ടിൻകുട്ടിയുടെ ശവത്തിന്റെ അരികിലെത്തി മുത്തുനബി ചോദിക്കുകയാ, ആർക്കാണ് ഈ ശവം വേണ്ടത്? ആർക്കാണ് ഈ ശവം വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറയും, നബിയേ ആർക്ക് വേണം? ഒരു ദീനാർ തന്നാൽ ആർക്കാണ് ഇത് വേണ്ടത്? ഒരു ദീനാറിന് പകരം ആരാണ് ഈ ശവം എന്നോട് വാങ്ങുന്നത്? മുത്ത് റസൂലിനോട് സ്വഹാബത്ത്, നബിയേ വേണ്ട, അത് ശവമല്ലേ, അത് ജീവനുണ്ടെങ്കിൽ തന്നെ നബിയേ അത് അയവുള്ള ആട്ടിൻകുട്ടിയാ. കാരണം ചെവി ചെറുതാ. ആടുകൾക്ക് ചെവി വലുതാവരാണ് നല്ല ലക്ഷണം. ചെറിയ ചെവിയുള്ള ആട് ലക്ഷണം മോശമായ ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട, അത് വെറുതെ തന്നാലും വേണ്ട നബിയേ, അത് ചത്ത ആട്ടിന്റെ ശവമല്ല, എന്തിനു പറ്റും? ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹ്, ഓ സ്വഹാബാ, ഇന്ന ദുനിയാ ഇൻദല്ലാഹി ലഅഹ്വനു മിൻ ഹാദാ. ഈ ചത്ത് കിടക്കുന്ന ചെവി ചെറുതായ ആട്ടിന്റെ ശവം നിങ്ങൾക്ക് എന്തുമാത്രം നിസ്സാരമാണോ? ഇതിനേക്കാൾ നിസ്സാരമാണ് പടച്ച റബ്ബിന്റെ അടുത്ത് ദുനിയാവ് കേട്ടോ. ഇതിന് യാതൊരു സ്ഥാനവും പടച്ച റബ്ബിന്റെ അടുത്തില്ല. അതുകൊണ്ട് ഈ ദുനിയാവിന് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗ്ഗങ്ങൾ കൈയൊഴിച്ചു പോകരുത്, മതം കൈയൊഴിച്ചു പോകരുത്, ശറഅ് കൈയൊഴിച്ചു പോകരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏതൊരു ബിസിനസ് നടത്തുമ്പോഴും നമ്മുടെ സെൽഫിലേക്ക് പെട്ടിയിലേക്ക് പണം വരുമ്പോൾ ഇതിൽ വല്ല അനുവദിക്കപ്പെടാത്ത വഴിയും കടന്നുപോയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവന്റെ ബാധ്യതയാണ്. ഹറാമാണ് എന്ന് അറിയാതിരുന്നാൽ പോരാ,
പോരാ, ഹറാമുണ്ട് ഹറാമ് ഇല്ലാതെ ഉറപ്പ് വരുത്തിയിരിക്കണം. കാരണം അത് ബിസിനസ് നടത്തുന്നവര്, കച്ചവടം നടത്തുന്നവര് അതിനെക്കുറിച്ച് പഠിക്കല് നിർബന്ധമല്ലേ. അവസാന കാലമാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലയബിയന്ന അനന്നാസ് സമാനുൻ ലാ യബ്ഖാ മിൻഹും അഹദുൻ ഇല്ലാ ആകിലത്തിബാ. എന്റെ സമുദായത്തിന് ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ആ കാലത്ത് ഒരാളും തന്നെ ബാക്കി ഉണ്ടാവുകയില്ല. ഇല്ല ആകിലത്തിബാ, പലിശ ആരും ഉണ്ടാവുകയില്ല, പലിശയുമായി ബന്ധപ്പെടാത്തവരില്ല. അങ്ങനെ പലിശ അവൻ വളരെ സൂക്ഷിച്ച് തിന്നുന്നില്ലെങ്കിൽ തന്നെ അസാബുമിൻ ഉപാരി, അതിന്റെ പൊടി പടലങ്ങളെങ്കിലും അവന് എത്താതിരിക്കില്ല. പടത്തറബ് കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു കാലം എന്റെ സമുദായത്തിന് വരാൻ പോകുന്നുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് പലിശയെ കുറിച്ച് പറയുന്നു. പലിശ പ്രധാനമായിട്ടും പലിശ വന്നു ചേരുന്ന ഇടപാട് രണ്ടിടപാടിലാണ്. ഒന്ന്, നാണയത്തെ നാണയത്തിന് വിൽക്കുമ്പോൾ. നാണയം എന്ന് പറയുന്നത് സ്വർണം, വെള്ളി, പണം. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് കറൻസി. ഈ സാധനങ്ങൾ പരസ്പരം വിൽക്കുമ്പോൾ, സ്വർണം സ്വർണത്തിന് വിൽക്കുമ്പോൾ, സ്വർണം വെള്ളിക്ക് വിൽക്കുമ്പോൾ, വെള്ളി വെള്ളിക്ക് വിൽക്കുമ്പോൾ, സ്വർണം പണത്തിന് വിൽക്കുമ്പോൾ, ഈ ഇടപാടിലാണ് കാര്യമായി പലിശ വരുന്നത്. മറ്റൊന്ന് ഭക്ഷണ സാധനത്തിന് വിൽക്കുമ്പോൾ, ഭക്ഷണ സാധനത്തിന് വിൽക്കുന്ന രൂപം വളരെ കുറവാണ്. പഴയകാലത്ത് നല്ല പുഴുങ്ങല്ലരി അഥവാ നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന പുഴുങ്ങല്ലരി പച്ചരിക്ക് വിൽക്കാറുണ്ടായിരുന്നു, പച്ചരി പുഴുങ്ങല്ലരിക്ക് വിൽക്കാറുണ്ടായിരുന്നു, ഗോതമ്പ് അരിക്ക് വിൽക്കാറുണ്ടായിരുന്നു, അരി ഗോതമ്പിന് വിൽക്കാറുണ്ടായിരുന്നു. ഇന്ന് വളരെ കുറവാണ് ആ രൂപത്തിലുള്ള ഇടപാടുകൾ. അങ്ങനെ വിൽക്കുന്ന സമയത്ത് പലിശ വന്നു ചേരുന്നതാണ്. ഭക്ഷണ സാധനം അഥവാ ഗോതമ്പത്തിന് വിൽക്കുമ്പോൾ, അരിക്ക് വിൽക്കുമ്പോൾ, നല്ല സാധാരണ നമ്മൾ വെക്കുന്ന നെയ്ച്ചോറിന്റെ അരി ഉണ്ടല്ലോ, ഈ നെയ്ച്ചോറിന്റെ അരി അല്ലാത്ത അരിക്ക് വിൽക്കുമ്പോൾ, ഇങ്ങനെ അരിക്ക് വിൽക്കുകയോ ഗോതമ്പിന് വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് മുഖ്യ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സാധനം അതുപോലത്തെ സാധനത്തിന് വിൽക്കുമ്പോൾ അത് ഒരേ വർഗത്തിൽപ്പെട്ട സാധനമാണെങ്കിൽ രണ്ടും തുല്യമാവേണ്ടതാണ്. ഉടനെ തന്നെ കൈമാറ്റം നടക്കേണ്ടതാണ്. സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് അങ്ങുമിങ്ങും കൈമാറേണ്ടതാണ്. ഇതിന് എതിരായി വല്ലതും സംഭവിച്ചാൽ അത് ഈ വിരോധിക്കപ്പെട്ട പലിശ തന്നെ. അപ്പോൾ നെയ്ച്ചോറിന്റെ അരിയും സാധാ അരിയുമാണ് വിൽക്കുന്നത്. 1 കിലോ നെയ്ച്ചോറിന്റെ അരിയാണ്, മറ്റേതും അങ്ങനെ തന്നെയാണ്. രണ്ടും 1 കിലോ തന്നെ ആവണം, കുറയാൻ പാടില്ല. അളത്തത്തിൽ കുറയാൻ പാടില്ല, തൂക്കത്തിൽ കുറയാൻ പാടില്ല. തുല്യമായിരിക്കണം. ഒരേ സമയത്ത് തന്നെ കൈമാറ്റം നടക്കണം. അതേ സമയത്ത് ഒന്ന് ഗോതമ്പാണ്, മറ്റൊരു അരിയാണ്. ഗോതമ്പ് കൊടുത്ത് അരി വാങ്ങുകയാണ്, അരി കൊടുത്ത് ഗോതമ്പ് വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് കൈമാറ്റം നടന്നിരിക്കണം. സദസ്സിൽ നിന്ന് പിരിയുന്നതിന്റെ മുൻപ് തന്നെ ഉറക്കമായിരിക്കണം, കൈമാറ്റം നടക്കണം. പക്ഷേ തുല്യമാവണമെന്നില്ല. ഇങ്ങനെ ഭക്ഷണ സാധനത്തിനാണ് പലിശ വന്നു ചേരുന്നത്. മറ്റൊന്ന് സ്വർണത്തിന് വിൽക്കുകയാ. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം ഇങ്ങ് വാങ്ങുകയാണ്. എങ്കിൽ ഈ രണ്ട് സ്വർണവും തുല്യമാവണം. വ്യത്യാസമുണ്ടായാൽ ഈ മൂവിൽപ്പെട്ട പലിശ തന്നെ. ജ്വല്ലറിക്കാരൊന്ന് കണ്ണ് തുറക്കാതിരിക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? പഴയ പൊന്ന് കൊടുത്ത് പുതിയ പൊന്ന് വാങ്ങുകയാണ്. നമ്മുടെ സഹോദരിമാർക്ക് മൊത്തം പരിപാടി തന്നെ അങ്ങനെയാണ്. ഓരോ ദിവസവും മാറി മാറി വരുന്ന ഫാഷനാഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ജ്വല്ലറികളിലേക്ക് കയറി ഇറങ്ങുന്ന പെങ്ങളെ, നീ പഴയ പൊന്ന് കൊടുത്ത് പുതിയ പൊന്ന് വാങ്ങുമ്പോൾ പഴയ പൊന്ന് കൊടുക്കുകയാണ്, പുതിയ പൊന്ന് വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങുന്ന സമയത്ത് രണ്ടും തുല്യ അളവായിരിക്കണം, തൂക്കമായിരിക്കണം. വ്യത്യാസമുണ്ടോ? പലിശ തന്നെ. രണ്ടുപേരും വിൽക്കുന്നവനും വാങ്ങുന്നവനും ആ പലിശയിൽ പങ്കാളിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്. പെങ്ങളെ, നിന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണ്, നോമ്പ് നഷ്ടപ്പെട്ടു പോവുകയാണ്, നിന്റെ സാധ്യത നഷ്ടപ്പെട്ടു പോവുകയാണ്, നിന്റെ സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുകയാണ്.
അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനി നമ്മൾ കാശ് കൊടുത്ത് പൊന്ന് വാങ്ങുകയാണ്. കാശ് ഒരു നാണയമാണ്, പൊന്ന് വേറൊരു നാണയമാണ്. സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുകയാണ്. ഇന്നത്തെ സിസ്റ്റം എങ്ങനെയാണല്ലോ, ആ രൂപത്തിൽ വാങ്ങുന്ന സമയത്ത് രണ്ടും തുല്യമാവണം എന്നില്ല. അതേ സമയത്ത് റൊക്കമല്ലാതെ കടം വാങ്ങിച്ചുകൂടാ, കടമായി പൊന്നി വിറ്റുകൂടാ. ജ്വല്ലറി നടത്തുന്ന മുതലാളിമാരറിയണ്ടേ, ഇന്ന് മിക്ക ജ്വല്ലറിയുടെയും പരസ്യം തന്നെ 2 മാസം കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി, കല്യാണം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് തന്നാൽ മതി. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഖശികാന്തം എതിർത്ത പലിശയാണ് കേട്ടോ. ഒരു ജ്വല്ലറിയിൽ നിന്നും ഒരു നിലക്കും ആഭരണങ്ങൾ കടം വാങ്ങിക്കൂടാ. അതേ പണം അങ്ങോട്ട് കൊടുക്കുക, ആഭരണം ഇങ്ങോട്ട് വാങ്ങുക. ഈ ഒരു ഇടപാടല്ലാതെ പണം പിന്നെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇടപാടിൽ റൊക്കമല്ലാതെ പണം റൊക്കമല്ലാതെ ഇടപാട് നടത്തിയാൽ അത് ഈ സബഉൽ മുബിഖാത്തിൽപ്പെട്ട പലിശയാണ് എന്നത് മറന്നു പോകണ്ട. മറക്കാൻ പറ്റുമോ? അല്ല സാറേ, അങ്ങനെയാണ് ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ ഇത്. കാരണം പാവങ്ങൾക്ക് കുട്ടികളെ കെട്ടിക്കുമ്പോൾ ആഭരണം കടം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഞാൻ ഓർത്തു പോകും, എന്താണ് മനുഷ്യന്മാർ ചിന്തിക്കാത്തത്? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുആവിയത്ത് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറാണ്. ആ ഈജിപ്തിൽ താമസിക്കുന്ന മറ്റൊരു സ്വഹാബിയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ ഈജിപ്തിൽ ഈ കടമായിട്ട് അങ്ങനെ നാണയ കച്ചവടം നടക്കുന്ന സമയത്ത് മഹാനായ അബൂ ദർദാ പറഞ്ഞു, മുആവിയ, സ്വർണത്തിന് വിൽക്കുമ്പോൾ, സ്വർണം വെള്ളിക്ക് വിൽക്കുമ്പോൾ, വെള്ളിക്ക് വിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്ഹബു ബിസ്സാബി വൽ ജമ്മത്തു ബിൽ ജമ്മത്തി വൽ ബുർറു ബിൽ ബിൽ യദം ബിയദിൻ മിസ്ലം ബിമിസ്ലില്ലാ. സ്വർണത്തിന് വിൽക്കുമ്പോൾ, വെള്ളിക്ക് വിൽക്കുമ്പോൾ, ഗോതമ്പത്തിന് വിൽക്കുമ്പോൾ, ആർമിക്ക് വിൽക്കുമ്പോൾ സമമല്ലാതെ സമമായിട്ടല്ലാതെ റൊക്കമായിട്ടല്ലാതെ നിങ്ങൾ വിൽക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ നാണയങ്ങൾ വിൽക്കുന്നത്, വ്യത്യാസത്തോടുകൂടി വിൽക്കുന്നത്, റൊക്കമല്ലാതെ വിൽക്കുന്നത് മുആവിയ, നിങ്ങൾ തടയണം മുആവിയ. മഹാനരായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മുആവിയത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഹദീസ് ഓതിക്കൊണ്ട് പറയുന്നു, മുത്തുനബിന്റെ ഹദീസ് ഓതിക്കൊടുക്കുന്നു. മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അത് ബോധ്യപ്പെടാത്തത് കൊണ്ട് മഹാനവറുകൾ സ്വീകരിച്ചില്ല. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ മക്കള മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാതെ വീണ്ടും ഈ ഇടപാട് അവിടെ നടന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുആവിയ, വല്ലാഹി ലാ ഉസാകിരുക ഫീ ബൽദത്തിൻ അൻത ഫീഹാ. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ താമസിക്കുന്ന നാട്ടിലെനി ഞാൻ താമസിക്കില്ല. നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ എനിക്ക് താമസിച്ചുകൂടാ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത നിങ്ങളെ നാട്ടിൽ ഇന്ന് മുതൽക്ക് ഞാനില്ല. ആരായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുകയാ. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, തങ്ങളെ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ ഗവർണറാകുന്ന മുആവിയത്തിനോട് ഞാൻ റസൂലുള്ളാഹിയുടെ ഹദീസ് ഓതിക്കൊടുത്തു. സ്വർണത്തിന് വിൽക്കുമ്പോൾ, നാണയത്തിന് കൈമാറുമ്പോൾ റൊക്കമല്ലാതെ നിങ്ങൾ വിൽക്കരുത്, ഒരേ വർഗമാണെങ്കിൽ തുല്യതയില്ലാതെ വിൽക്കരുത് എന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഹദീസ് നിങ്ങളെ ഗവർണറാകുന്ന മുആവിയത്തിനോട് ഓതിക്കൊടുത്തു. മുആവിയത്ത് സ്വീകരിച്ചില്ല. ആ മുആവിയത്ത് താമസിക്കുന്ന നാട്ടിൽ ഇനി പാവപ്പെട്ട അബൂ ദർദാ ഇല്ല. അല്ലാഹുവിന്റെ
പറഞ്ഞ ഹദീസ് ഓതിക്കൊടുത്ത് സ്വീകരിക്കാത്തവന്റെ നാട്ടില് ഞാനിനി താമസിക്കില്ല. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറെയും പല സ്വഹാബികളെയും വിളിച്ചന്വേഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്രയോ സ്വഹാബികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്, സ്വർണം സ്വർണത്തിന് വിൽക്കുമ്പോൾ, നാണയം നാണയത്തിന് വിൽക്കുമ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ട നാണയങ്ങളാണെങ്കിൽ റൊക്കമായിരിക്കണം, തുല്യമായിരിക്കണം. വർഗം വ്യത്യാസമുണ്ടെങ്കിൽ അത് റൊക്കമല്ലാതെ വിറ്റുകൂടാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് പലിശയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുആവിയ മസല മാറ്റാൻ പറ്റില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. മുആവിയ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുക തന്നെ. 4 മദ്ഹബിലും തർക്കമില്ല മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ഞാൻ ഉറപ്പെടുത്തുന്നു, പടച്ചറപ്പിന്റെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള നരകത്തിലേക്ക് മുഅ്മിനീങ്ങൾക്ക് വീഴാൻ പറ്റുമോ? നരകത്തിൽ കിടക്കാൻ പറ്റുമോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പലിശയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബിസിനസ് മുസ്ലിമീങ്ങൾക്ക് ചെയ്തുകൂടാ. വഅലമൂ യാ ഉമ്മത സയ്യിദിനാ മുഹമ്മദ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നുള്ള സംശയമാണ്, എന്നാൽ പിന്നെ ഉസ്താദെ പാവങ്ങളൊക്കെ പൊന്നു വാങ്ങാൻ എന്ത് ചെയ്യും? പാവങ്ങളായ ആളുകൾക്ക് സ്വർണം കടം വാങ്ങേണ്ടി വന്നാൽ എന്ത് ചെയ്യും? പരിഹാരമുണ്ട്, ഇസ്ലാമിൽ പരിഹാരമുണ്ട്. 2 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കടം തരുന്ന ജ്വല്ലറിയുടെ മുതലാളിയോട് 2 ലക്ഷം രൂപ ആദ്യം കടം വാങ്ങണം, കൊടുത്ത് പൊന്നു വാങ്ങണം. എന്താ കുഴപ്പം? 2 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കടം തരാൻ തയ്യാറാകുന്ന മുതലാളിക്ക് എന്തുകൊണ്ട് 1 ലക്ഷം രൂപ കടം തന്നുകൂടാ? കാശ് വാങ്ങണം, എന്നിട്ട് അതുകൊണ്ട് പൊന്നു വാങ്ങണം. അതൊക്കെ ഒരു വെറുപ്പണിയല്ലേ? അടുത്ത ചോദ്യം, അതൊക്കെ ഒരു വെറും ഏർപ്പാടല്ലേ? അങ്ങനെ പല വെറും ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ പല ഏർപ്പാടും നടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഒരു ഹാജിയാര്, ഒരു മകൻ വേറെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹാജിയാരുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കല്യാണമൊക്കെ നിശ്ചയിച്ചു. 100 ആളുകൾ കൂടി, പമ്പം പരിപാടിയാണ്. നിശ്ചയമൊക്കെ നടന്നു. അങ്ങനെ ഇവിടെ ആയിരക്കണക്കിന് ആൾ ഇവിടെ കൂടി, അവിടെയും കൂടി, നല്ല പാർട്ടിയൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിഞ്ഞില്ല ഇത് ഇയാളെ ഇന്ന ആചാരെ മകൻ മറ്റേ ആചാരെ മകളെ കല്യാണം കഴിക്കാനൊക്കെ അറിഞ്ഞില്ല. പിന്നെ അങ്ങ് പോയാൽ പോരെ? എന്തിനാഞ്ഞൊരു നിക്കാഹ് അവിടെ നടക്കുന്നത്? ഒരു ചടങ്ങ്, ഒരു സബ്ബജിത്തുക്കോർ അഗ്ഗത്ത് ഒരു ചടങ്ങ് എന്തിനാ അവിടെ നടക്കുന്നത്? ഒരു വെറുപ്പണിയല്ലേ? എല്ലാവർക്കും ഉറപ്പല്ല സംഭവം. അല്ല, അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടില്ലെങ്കിൽ എന്ത് പറയും? അത് വ്യഭിചാരാണ്, മഹാകുറ്റാണ്. അതിൽ പിറക്കുന്ന മക്കൾ ജാരസന്താനങ്ങളാണ്. എന്തെല്ലാം വകുപ്പുകളാണ് റഹ്മാനായ റബ്ബേ. പക്ഷെ ഒരു സബ്ബജിത്തുക്കാന്നും പറഞ്ഞ് മറ്റേയാളെ കബീർത്തെന്ന് പറഞ്ഞു, ഓക്കെ, ഒരു കുഴപ്പമില്ല. ആ ഒരു വെറും വാക്ക് അവിടെ പറഞ്ഞില്ലെങ്കിൽ മഹാ തെറ്റ്. പറഞ്ഞാലോ നല്ല ചെയ്യണില്ലേ? അവിടെ ഇത് പറഞ്ഞിട്ട് അല്ല, നിക്കാഹ് കഴിക്കാൻ ഞാൻ പിന്നെ പറ്റൂല. എന്താ നിക്കാഹ് കഴിച്ചോളണം? എന്താ ഒരു കാഫിറായ അമുസ്ലിമായ ഒരു സ്ത്രീയും പുരുഷനും ഇസ്ലാമിലേക്ക് ഒന്നിച്ചു വന്നാൽ നിക്കാഹ് ചെയ്യണമെന്നുണ്ടാവും. ഭാര്യ ഹിന്ദു മതത്തിൽ ഭാര്യ ഭർത്താവായി ജീവിക്കുന്ന ഒരു സഹോദരനും സഹോദരി കൂടി പൊന്നാനിലോ മറ്റോ പോയിട്ട് ഷഹാദത്ത് ഗരിമ ചൊല്ലി മുസ്ലിമായി വന്നാൽ അവർക്ക് ഭാര്യ ഭർത്താക്കളായി തന്നെ തുടരാം. അവിടെ സഭയത്തും വേണ്ട, അംഗത്വം വേണ്ട. അതെന്താ? നിക്കാഹ് ഒരു ഔദ്യോഗിക ചടങ്ങാണെന്നേ ഉള്ളൂ. അതേ സമയത്ത് ഇവിടെ ഈ വാക്ക് പറയാഞ്ഞാലോ നമ്മളെന്താ പറയാ? അത് വ്യഭിചാരാണ്. അതിന് പിറക്കുന്ന മക്കളൊക്കെ ജാരസന്താനങ്ങളാണ്. ആ തറവാടില്ലാത്ത മക്കളാകുമേ. അപ്പൊ ഈ ഒരു വാക്ക് അവിടെ പറയണം. അത് ആവശ്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യമാണ്. അതേ രൂപത്തിൽ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ഏർപ്പാട് അവിടെ നടന്നില്ലെങ്കിലോ കടുത്ത പലിശയാണ്, സഭയിൽ മോപിക്കാത്താണ്. അതേ സമയത്ത് നടന്നാലോ കുഴപ്പമില്ല, സുന്നത്താണ്, കടം കൊടുക്കുകയാണ്, സഹായമാണ്, അല്ലാഹുത്താല കൂലി തരും. ചിന്തിക്കണം. പലിശയുടെ ഭാഗമായി പലിശയാണ്. സ്വർണം കടമായി വാങ്ങാൻ പാടില്ല.
വെള്ളി കടമായി വാങ്ങാൻ പാടില്ല. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം അതിന് പകരം വാങ്ങാൻ പാടില്ല. വാങ്ങുകയാണെങ്കിൽ റൊക്കമായിരിക്കണം, തുല്യമായിരിക്കണം. 10 പവൻ കൊടുത്താൽ 10 പവൻ പുതിയ കിട്ടുമോ? 10 പവൻ പഴയ പൊന്ന് കൊടുത്താൽ 10 പവൻ പുതിയ പൊന്ന് കിട്ടുമോ? പിന്നെ ജ്വല്ലറിക്കാരിരിക്കണം. ഒരിക്കലും തകർന്നു പോകാത്ത ബിസിനസ്സാണല്ലോ ജ്വല്ലറി. ജ്വല്ലറിക്കാരാരാ തകർന്നു പോയത്? ഇവിടെ ആലോ തകർന്നു പോയി എനിക്കറിയില്ല കേട്ടോ. എനിക്കാരെ പറ്റി അറിയാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത്. ഇതൊക്കെ മനുഷ്യന്റെ പ്രധാന അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് പലിശ തിന്നാത്ത ആരും ഉണ്ടാവുകയില്ല. അത് പലിശ തിന്നുകയില്ല, വാങ്ങുകയില്ല എന്ന് പറയുന്ന ആള് അതിന്റെ പൊടിപടലങ്ങളിൽ അവൻ എത്താതിരിക്കില്ല. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരം പലിശകൾ നമ്മുടെ സമ്പാദ്യത്തിൽ വരുന്നത് സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സഹോദരിമാരെ, ഓരോ പുതിയ ഫാഷനുകൾ വരുമ്പോൾ പഴയതൊക്കെ കൊടുത്തിട്ട് പുതിയ ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി നിങ്ങളിങ്ങനെ തിടുക്കം കാണിക്കരുത്. പലിശ വന്നു പോരുന്നത് ശ്രദ്ധിക്കണം സഹോദരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമാക്കിയിട്ടുള്ള ഒരു കാര്യവും ചെയ്തുകൂടാ. നിങ്ങൾ നോക്കൂ, ഒരു പലിശ വാങ്ങുക എന്നത് 10 പൈസ പലിശ ഇനത്തിൽ ഒരാൾ വാങ്ങിച്ചാൽ അത് 30 വ്യഭിചാരം ചെയ്യുന്നതിനോട് തുല്യമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നിങ്ങൾ മറന്നു പോകല്ല. വർത്തമാനകാലത്ത് എത്രയും പലിശ വാങ്ങുന്ന, പലിശ ഇഷ്ടം പോലെ വാങ്ങുന്ന കൊടുക്കുന്ന ആളുകൾക്ക് യാതൊരു കംപ്ലൈന്റുമില്ല. അയാൾ എല്ലാ നിലക്കും ഉയർന്ന ആളാണ്, ജനങ്ങൾക്ക് നല്ല സ്ഥാനമാനമാണ്, ആദരവാണ്. അതേ സമയത്ത് ഏതെങ്കിലും ഒരാള് സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ശാരീരിക സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒരു പുരുഷൻ ഒരു രണ്ടാമതൊരു കല്യാണം കഴിച്ചു പോയാൽ വളരെ മോശമാണ്. പിന്നെ അവനൊന്നിനും പറ്റൂല. രണ്ടാമത്തെ പെണ്ണെത്തിയ ആള് പറഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എന്തൊരു സത്യമായി പുലർന്നുപോയി. ആ ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ഒരു മുൻകറാത്ത് ബൈനഹും വൈറ മുൻകറ. അന്ന് സർവ്വ തിന്മകളും നന്മകൾ തിന്മകളാണ്. ലക്ഷങ്ങൾ രൂപ, 10 ലക്ഷം അല്ല 10 ലക്ഷം രൂപയും നല്ല ബെൻസ് കാറും ഇതൊക്കെ സ്ത്രീധനം ചോദിച്ചിട്ട് വലിയ കെട്ടുന്ന ഒരു കുഴപ്പമില്ല. ഒക്കെ നല്ല സാറാ, എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. നല്ല 10 ലക്ഷമാണ് സ്ത്രീധനം, പിന്നെ ഒരു ബെൻസ് കാറ് വേണം, പിന്നെ ഒരു തോട്ടമാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ഏതെങ്കിലും ഒരാള് അദ്ദേഹത്തിന്റെ ശാരീരിക സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒരു പെണ്ണ് രണ്ടാമത് കെട്ടിയാണ് ഓനെ പെണ്ണെട്ടിയാളാ. നിങ്ങൾ ആലോചിച്ച് നോക്കും, കാലം പോയൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. വളരെ സത്യമല്ലേ അത്? നല്ല കാര്യങ്ങൾ വളരെ മോശം, മോശപ്പെട്ടത് വളരെ നല്ലത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്, കബറിൽ കിടക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം. പലിശ തന്റെ സമ്പത്തിൽ എവിടെയെങ്കിലും പലിശയുടെ അംശം വന്ന് ചേരുന്നത് സൂക്ഷിക്കണം. മാത്രമല്ല, ചൂഷണത്തിന്റെ എല്ലാ വഴികളും അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഉൽ ഗറർ. ചൂഷണം വന്നു ചേരുന്ന ഏതെല്ലാം ഇടപാടുകളുണ്ട് അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചതാണ്. ഒരു പീടികയിൽ ഇതാ കുറെ സാധനങ്ങൾ വിൽക്കുന്നു, അതിന് കുറെ ഓഫറുകളുണ്ട്, അതിന്റെ കൂടെ കുറെ പ്രൈസുകളുമുണ്ട്. ഈ പ്രൈസ് എനിക്ക് കിട്ടുമോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് മുസ്ലിമേ. ഈ ഉപഭോക്താവിന്റെ മനസ്സിനെയാണ് നീ ചൂഷണം ചെയ്യുന്നത്. അവൻ നിന്റെ കടയിലേക്ക് തന്നെ ഇത് വാങ്ങാൻ വരുന്നത്. നിന്റെ ഈ കടയിൽ നീ ഓഫർ ചെയ്തിട്ടുള്ള, നീ നൽകുന്ന പ്രൈസിന്റെ സമ്മാനം കിട്ടുമെന്ന് കരുതിയിട്ടാണെങ്കിൽ അതിൽ ചൂഷണത്തിന്റെ വകുപ്പുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ചൂഷണത്തിന്റെ സർവ്വ ഇടപാടുകളും അവിടുന്ന് വിരോധിച്ചതാ. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചൂഷണമല്ലേ?
നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈഫ് ഇൻഷുറൻസ് ചൂഷണമാണ്. അതേ, എനിക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ, ആക്സിഡന്റ് സംഭവിച്ചാൽ, എന്തെങ്കിലും മാറാവ്യാധി രോഗം പിടിപെട്ടാൽ, പെട്ടെന്ന് അകാലമായി മരണം സംഭവിച്ചു പോയാൽ എന്റെ മക്കള് വഴിയാധാരമാവരുത്, എന്റെ ഭാര്യ ബുദ്ധിമുട്ടി പോകരുത് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇൻഷൂർ കമ്പനിയിൽ നാം പൈസ നിക്ഷേപിക്കുന്നത്, പണം നിക്ഷേപിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവന്റെ മക്കളും ഭാര്യയും ഉദ്ദേശിക്കുന്നത് എന്റെ ഉപ്പ കാരണമായി മരിക്കട്ടെ. കാരണം എല്ലാ പോളിസികളും ശരിക്ക് അടച്ച് അതിന്റെ കൃത്യസമയം വരെ ആയിക്കഴിഞ്ഞാൽ അത്രയല്ലേ കിട്ടുകയുള്ളൂ. അതേ സമയത്ത് അകാലമായി പെട്ടെന്നെങ്ങാനും ഉപ്പ മരണപ്പെട്ടു പോയാൽ ആ പണം നമുക്ക് നേരത്തെ കിട്ടുകയാണ്. ഉള്ളിന്റെ ഉള്ളില് ഈ മകൻ ആഗ്രഹിക്കുന്ന എന്റെ ഉപ്പ അകാലമായി മരണപ്പെട്ടെങ്കിൽ, എന്റെ ഉപ്പാക്ക് ആക്സിഡന്റ് സംഭവിച്ചെങ്കിൽ, എന്റെ ഭർത്താവ് ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കലല്ലേ യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിലിരിപ്പ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചൂഷണത്തിന്റെ എന്തെല്ലാം വഴികളുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. ഒരു ചൂഷണവും പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ വിറ്റതിന്റെ മേൽ വിൽക്കൽ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചതാണ്. വാങ്ങിയതിന്റെ മേൽ വിൽക്കൽ റസൂൽ വിരോധിച്ചതാണ്. ഒരാള് തനിക്ക് ആവശ്യമുള്ള ഒരു സാധനം മറ്റൊരാളോട്, ഒരു കച്ചവടക്കാരോട് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കച്ചവടക്കാരൻ വന്നിട്ട് അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഞാൻ തരാം എന്ന് പറയരുത്. ഹറാമു തന്നെ. ഇവനത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനേക്കാൾ ആദായ വിലക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അതുപോലെ ഒരാളൊരു സാധനത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് അവനത് ഒഴിവാക്കുന്നതിന് മുൻപ് അതിനേക്കാൾ കൂടുതൽ വില ഞാൻ തരാമെന്ന് പറഞ്ഞ് വേറെ ഒരാൾക്ക് അത് വാങ്ങാൻ പാടുള്ളതല്ല. ഹറാമു തന്നെ. എന്തെല്ലാം ഹറാമുകളാ ഇവിടെ നടക്കുന്നത്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത് രംഗത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു വേണം ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യാനെന്ന് ഈ സമയത്ത് ഞാൻ ഒറ്റ വാക്കിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ എത്രയോ സ്ഥലത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ സമുറത്ത് ബിന്ദു റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. സമുറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഹൽ റഅയ്തുമുൽ ലൈലത്തൽ ബാരിഹത റുതിയാ, ഇന്നലെ നിങ്ങൾ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിരുന്നോ? സ്വപ്നം അമ്പിയാക്കൾക്കുണ്ടാകുന്ന സ്വപ്നം നുബുവത്തിന്റെ ഭാഗമാണ്. സ്വാലിഹീങ്ങളായ ആളുകൾ കാണുന്ന സ്വപ്നം സത്യമാണ്. സത്യം മാത്രം നാവുകൊണ്ട് പറയുന്ന ആളുകൾ കാണുന്ന സ്വപ്നവും സത്യമായിരിക്കും. കളവ് പറയുന്ന ആളുകൾ കാണുന്ന സ്വപ്നവും കളവായിരിക്കും, ശരിയാകില്ല. ആളുകൾക്ക് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ഇപ്പൊ ശരിയാണോ എന്ന് കൂടുതൽ ആരോട് ചോദിക്കണ്ട, അവനോടെന്ന് ചോദിച്ചാൽ മതി. ഈ സത്യം മാത്രം പറയുന്ന ആളാ ഞാൻ ഈ കണ്ട സ്വപ്നവും സത്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെണ്ടല് നന്നായി വിടുന്ന ആളാ, നിന്റെ സ്വപ്നത്തെ കുറിച്ചും അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. സത്യം മാത്രം പറയുന്ന ആള് കാണുന്ന സ്വപ്നം സത്യമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ഒന്ന് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, വളരെ സ്വാലിഹീങ്ങളായ നല്ല ആളുകളോടല്ലാതെ നിന്നോട് അങ്ങേയറ്റം സ്നേഹവും നിന്റെ ഗുണകാംക്ഷയും നല്ല വിവരവും ഉള്ള ആളുകളോടല്ലാതെ കണ്ട സ്വപ്നങ്ങളൊന്നും പറയാൻ പാടില്ല. അത് മനസ്സിലാക്കും. നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മോട് നല്ല സ്നേഹമുള്ള നമുക്ക് നല്ല ഗുണകാംക്ഷിയായ വിവരമുള്ള ആളോടെ പറയാൻ പാടും. ഏതെങ്കിലും വിവരമില്ലാത്ത ആളോട് സ്വപ്നം പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയല്ലേ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നോട് രണ്ടാളെ കണ്ട സ്വപ്നം പറഞ്ഞില്ലേ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ രണ്ടാള് ജയിലിൽ ഉണ്ടായിരുന്ന രണ്ട് കൂട്ടുകാർ. ആ കൂട്ടുകാര് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ ഞാൻ കണ്ട സ്വപ്നം? ഞാനിങ്ങനെ തലയില്
റൊട്ടിയും ചുമന്നിങ്ങനെ പോവുകയാ. എന്റെ തലയിൽ ചുമന്ന റൊട്ടിയിൽ നിന്ന് പക്ഷികൾ ഇങ്ങനെ കൊത്തിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരുമോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? നിങ്ങൾ പറഞ്ഞു. പറയണോ? പറയാം. പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, നിന്നെ ഏതാനും ദിവസങ്ങൾക്കകം നിന്നെ കുരിശിൽ തറക്കാൻ പോവുകയാ. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാ. പിന്നെ ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല, വെറുതെ പറഞ്ഞാണ്. ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല, വെറുതെ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം തീരുമാനിക്കപ്പെട്ടു പോയി. ദിവസങ്ങൾക്കകം രാജാവ് കോടതി അവരെ കേസ് വിളിച്ച് അവനെ വിചാരണ ചെയ്ത് അവനെ വിധിക്കപ്പെട്ടു, അവനെ കൊല്ലപ്പെട്ടു, കുരിശിൽ തറക്കപ്പെട്ടു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേ കാണാത്ത സ്വപ്നങ്ങളൊക്കെ കണ്ടു എന്ന് പറയാൻ പാടുള്ളൂ. സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോ രസത്തിന് വേണ്ടി ഇങ്ങനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാണാത്ത സ്വപ്നം ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടിട്ടൊന്നുമില്ല, വെറുതെ രസത്തിന് വേണ്ടി ഞാനേ അങ്ങനെ കണ്ടു എന്നിങ്ങനെ വെണ്ടലടിച്ചാൽ കുല്ലിഫ, അവനോട് നിർബന്ധിക്കപ്പെടും. 2 ശഈറത്തൈനി തൊലിക്കോതമ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് അവനോട് കൽപ്പിക്കപ്പെടും. സാധ്യമല്ല. അതിന്റെ പേരിൽ നിരന്തരമായി ശിക്ഷ ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് വളരെ സത്യം മാത്രം പറയുന്ന ആളുകൾ കാണുന്ന സ്വപ്നം സത്യമാണ്. ഏത് സ്വപ്നം കണ്ടാലും മറ്റുള്ളവരോട് എല്ലാവരോടും അതങ്ങ് പറഞ്ഞ് ഫ്ലാഷാക്കരുത്. വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് മാത്രമേ പറയാവൂ, വിവരമുള്ളവരോടെ പറയാൻ പാടുള്ളൂ. മാത്രമല്ല, നമുക്ക് മാനസികമായി ടെൻഷൻ വരുന്ന വല്ല സ്വപ്നവും കണ്ടാൽ, എന്തെങ്കിലും നമുക്ക് വല്ലാത്തൊരു മനസ്സിക്കൊരു പ്രയാസം, ഒരു സ്വപ്നം കണ്ടത് കാരണം അങ്ങനെ വല്ല സ്വപ്നവും കണ്ടാൽ അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ധർമ്മം ചെയ്യോ സുന്നത്താണ്. ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ജോഡി ഡ്രസ് കൊടുക്കുകയോ ചെയ്താൽ ആ സ്വപ്നം കണ്ടതിനുള്ള ആ ടെൻഷൻ, ആ വിപത്ത് അതുകൊണ്ടങ്ങ് തടയപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാ വിപത്തുകളെയും തടുക്കാൻ പറ്റിയൊരു കാര്യമാണല്ലോ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അതുകൊണ്ട് അത്തരം സ്വപ്നങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇല്ലാതെയായി പോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസം സുബഹി നിസ്കാരമാണെന്ന് ഞങ്ങളൊക്കെ മുത്തുനബിയുടെ അരികിൽ ഇരിക്കുകയാണ്. ഞങ്ങളോട് ചോദിച്ചു, സ്വഹാബാ ഹൽ റഅയ്തുമുൽ ലൈലത്തുൽ ബാരിഹത റിയാ, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരും പ്രത്യേക സ്വപ്നം കണ്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തുൽ ലൈലത്തുൽ ബാരിഹത റിയാ, കഴിഞ്ഞ രാത്രി ഞാൻ നല്ല ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഉറങ്ങുമ്പോഴേ എന്നെ 2 മലക്കുകൾ വരികയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ, മീകായിൽ 2 ആളുകൾ വരുന്നു. എന്നോട് പറഞ്ഞു, എന്റെ രക്തത്തിനാ ഞങ്ങളെ കൂടെ വാ. എന്നെ അവർ 2 പേരും കൊണ്ടുപോയി. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറെ അകലെത്തിയപ്പോൾ ഒരു വിശാല മരുഭൂമിയിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വലിയൊരു കല്ലുണ്ട്. ഈ കല്ല് കൊണ്ട് ഈ കിടക്കുന്ന മനുഷ്യന്റെ തലക്ക് എറിയുകയാണ്. എറിയുന്ന സമയത്ത് ഈ കിടക്കുന്ന മനുഷ്യന്റെ തല മുഴുവനും പൊട്ടിച്ചിതറുകയാണ്. എറിയിട്ട് ഈ കല്ല് താഴേക്ക് ഉരുണ്ട് വീഴുന്നു. ഇയാൾ പോയിട്ട് വീണ്ടും ആ കല്ലെടുത്ത് കൊണ്ടുവരുമ്പോഴേക്ക് തല വീണ്ടും പൂർവ്വസ്ഥിതിയിൽ തന്നെ എത്തുന്നു. വീണ്ടും എറിയുന്നു. വീണ്ടും ഇദ്ദേഹത്തിന്റെ തല ഇങ്ങനെ പൊട്ടി ചിതറുകയാണ്. ഇയാള് കല്ലെടുത്ത് കൊണ്ടുവരുന്നു. അപ്പോഴേക്കും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഈ ദയനീയമായ രംഗം ഞാൻ കണ്ട സമയത്ത് എന്റെ കൂട്ട നിൽക്കുന്ന കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്താണ് ഈ മനുഷ്യന്റെ അവസ്ഥ? നബിയേ, ഇന്ദ്രജത്ത് പന്തലത്തിനാ